ഹായ് എവ്രി വൺ. ഇവ ബേബി ജനിച്ചിട്ട് ഇന്ന് മെയ് 10-ാം തീയതിയിലോട്ട് 100 ദിവസം തികയാണ്. ജനുവരി 31-നായിരുന്നു ഡെലിവറി. മെയ് 10-ന് 100 ദിവസം തികയാണ്. അപ്പോൾ ഇവ ബേബിയെ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്ന ആ ഒരു മൊമെൻ്റ് മുതൽ ഈ 100 ഡേയ്സ് വരെയുള്ള അവളുടെ ആ ഒരു ജേണിയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 2024 ജൂൺ 8-നാണ് പ്രഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ആവുന്നത്. ജൂൺ 7-ന് കോളേജിൽ പോകുന്ന സമയത്ത്, ബേസിക്കലി എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ്. അപ്പോൾ ബേബിയെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജൂൺ 7-ാം തീയതി എന്നത്തെയും പോലെ കോളേജിലോട്ട് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ചിട്ട് ഒരു തലകറക്കം പോലെ, ഒരു കണ്ണിലൊക്കെ ഇങ്ങനെ ഇരുട്ട് വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തപ്പോൾ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കയറിയിട്ട് കാണിച്ചിട്ടാണ് പിന്നീട് കോളേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ചോദ്യം കൊണ്ട് അന്ന് വൈകിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കാർഡ് വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജൂൺ 8-ാം തീയതി അതിരാവിലെ ഞാൻ എണീറ്റ് കാർഡ് ചെക്ക് ചെയ്യാനുണ്ടായത്, യൂറിൻ ടെസ്റ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഡബിൾ മാർക്ക് കാണിച്ചു. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഞാൻ നന്നായിട്ട് കരയാണ് ചെയ്തത്. ഈ ഒരു കാർഡ് ഹസ്ബൻഡിനെ കാണിക്കാനായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ട് ഉറങ്ങായിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ കരഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, എനിക്കറിയില്ല, ആ ഒരു സമയത്ത് അങ്ങനെ കരയാനാണ് തോന്നിയത്. കുറച്ച് നേരം കരയുണ്ടായി. പിന്നീട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു. കാരണം ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസി അല്ലായിരുന്നു, അൺപ്ലാൻഡ് ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ബേബിയെ ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ തന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ജോലി കാര്യങ്ങൾ, എൻ്റെ അത്രയും നാളത്തെ ആ ഒരു സിറ്റുവേഷൻസൊക്കെ മാറാൻ പോവുകയാണ്, അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു തോട്ടൊക്കെ കൊണ്ടായിരിക്കാം കരച്ചിലൊക്കെ വന്നത്. അതിൻ്റെ കൂടെ സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷനായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, പ്ലാൻഡായിട്ട് ഒരു പ്രഗ്നൻസി ആവുന്ന സമയത്ത് നമുക്ക് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതാണല്ലോ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. എന്തായാലും ആ ഒരു ഫീലിംഗ് കുറച്ച് സമയത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഹാപ്പിയായി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് റെഡിയായി. ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻസി കൺഫേം ചെയ്തു. പിന്നീട് നമ്മൾ ഒരു ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. ഒരു ഫിലിമൊക്കെ കണ്ടതിന് ശേഷമാണ് വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ എല്ലാവരോടും ഒക്കെ അറിയിച്ചു. എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഞാൻ കോളേജിലോട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങി. എൻ്റെ വർക്കൊന്നും കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ മാത്രമുള്ള പ്രോബ്ലംസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഒരു പ്രോബ്ലംസും ഉണ്ടായിരുന്നില്ല, അൽഹംദുലില്ലാ. പ്രഗ്നൻസി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു പ്രോബ്ലംസും, വോമിറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസും എനിക്കുണ്ടായിരുന്നില്ല. അത് വലിയൊരു ബെനഫിറ്റായിരുന്നു. 7.5 മാസത്തോളം ഞാൻ കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൊളീഗ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇതൊക്കെ എൻ്റെ കൊളീഗ്സാണ്. അപ്പോൾ അങ്ങനെ 7.5 മാസത്തോളം കോളേജിൽ പോയി. അവിടെ നാക്കിൻ്റെ വർക്കുകളൊക്കെ തകൃതിയായി നടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ആ മാസങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അതിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത് ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയൊരു ഉറക്കം ഒക്കെ ഇങ്ങനെ വരും എന്നല്ലാണ്ട് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും വളരെ ഹാപ്പി ആയി തന്നെ കോളേജിലോട്ടൊക്കെ പോയി പ്രഗ്നൻസി മുന്നോട്ട് പോയി. അങ്ങനെ അവസാനം എനിക്ക് കോളേജിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു ടൈമായി. വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് അവസാനത്തെ ഒരു 2 മാസം ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ കുട്ടികൾ എനിക്ക് ഒരു ഫെയർവെൽ ആയിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എക്സാമിൻ്റെ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളെയൊന്നും അതിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉഷാറായി കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ പിരിയാണ് ഉണ്ടായത്. പിന്നീട് എൻ്റെ കൊളീഗ്സും ഞാനും എല്ലാവരും കൂടിയിട്ട് മറ്റൊരു ഫെയർവെൽ പാർട്ടിയും കൂടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തു. അന്ന് നവംബർ 30-നാണ് ഞാൻ അവസാനമായിട്ട് കോളേജിൽ പോയതും ആ ഒരു ഫെയർവെൽ പാർട്ടി കണ്ടക്ട് ചെയ്തതൊക്കെ അന്നായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് 2 മാസത്തോളം റെസ്റ്റിൻ്റെ കാലഘട്ടമായിരുന്നു. ഉഷാറായി റെസ്റ്റൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയൊരു മോം ടു ബി ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, അതൊക്കെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ അറേഞ്ച് ചെയ്ത് അവർ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. മോള് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോം ടു ബി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ മക്കളാണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളുടെ കൂടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെ നവംബറിൽ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു. പിന്നെ ജനുവരി 31 ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 2 മാസം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് തന്നെ എടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസ്റ്റ് മീൻസ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു. കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കും. പിന്നെ ബാക്കിയുള്ള ഹാർഡായിട്ടുള്ള ജോലികളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രഗ്നൻസിയുടെ അവസാന മൊമെൻറ്റ്സൊക്കെ എത്തി. അങ്ങനെ ജനുവരി 30 ആയപ്പോൾ പുലർച്ചെ ഒരു 2 മണിക്ക് 2-2:30 മണിയായി ആവുന്ന സമയത്ത് ഞാൻ യൂറിൻ പാസ് ചെയ്യാനായിട്ട് എണീക്കുന്ന സമയത്ത് ഒരു ഡിസ്കളറേഷനോട് കൂടിയിട്ടുള്ളൊരു വാട്ടർ ലേശം താഴോട്ട് പതിക്കണുണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡിസൈഡ് ചെയ്തു മോർണിംഗ് ആവുന്ന സമയത്ത് ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ആവാനായിട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ 31 ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 30 ആയപ്പോൾ ഇങ്ങനൊരു ഡിസ്കളറേഷൻ കാണുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഡിസൈഡ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവാൻ വരാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ 2-3 ആഴ്ചകളിലായിട്ട് PV ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ബട്ട് സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡായിട്ട് കാണുവാണ് എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം അഡ്മിറ്റ് ആവാൻ റെഡി ആയിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജനുവരി 30 തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഒരു 10-11 മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. അഡ്മിറ്റിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഈ ഒരു ട്രിപ്പൊക്കെ ഇട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും PV ചെയ്യാനായിട്ടും ഒക്കെ നമ്മൾ ലേബർ റൂമിലോട്ട് അങ്ങനെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ട് ഡോസോളം ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതുകൊണ്ടൊന്നും അധികം പെയിനും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ രാത്രിയാവോളം ഈ 1 അവർ കൂടുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ലേബർ റൂമിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് PV ചെയ്യുന്നുണ്ടായിരുന്നു. PVയുടെ ഒരു മേളം തന്നെയായിരുന്നു അവിടെ. എൻ്റെ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു PV ആണ് എൻ്റെ മെയിൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ PV എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു പ്രഗ്നൻറ്റ് ലേഡിയും ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നൊരു ലേഡിയെ സംബന്ധിച്ച് നമ്മൾ പലരിൽ നിന്ന് കേൾവി ഉണ്ടായിരിക്കും. PV ഭയങ്കര സംഭവമാണ്, ഭയങ്കര പെയിനാണ്, ഭയങ്കര ഡിസ്കംഫേർട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞാനും അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടും അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് മൈൻഡിലുണ്ടായതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് PV ചെയ്യാനായിട്ട് പോകുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റും അതിലുപരി ഒരു ചെറിയൊരു ഫിയറൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആദ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും PV ചെയ്യാനായിട്ട് വീണ്ടും പോകുന്ന സമയത്ത് ആ ഒരു എന്തോ ഒരു പുറകോട്ട് വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. എന്നാലും PV എന്ന് പറയുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. എൻ്റെ കേസിൽ എനിക്ക് അത്ര പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു പ്രിയ ജഡ്ജ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ ജനുവരി 30 നമ്മൾ പറഞ്ഞല്ലോ അഡ്മിറ്റായി എന്ന് പറഞ്ഞല്ലോ. ഇടയ്ക്കിടയ്ക്ക് 1 അവർ കൂടുമ്പോൾ ലേബർ റൂമിലോട്ട് പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെയിനൊന്നും അധികം വരാത്തത് കൊണ്ട് തന്നെ ഒരു 5 മണിയാകുമ്പോൾ ജനുവരി 31 രാവിലെ 5 മണിയാകുമ്പോൾ ലേബർ റൂമിലോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലേബർ റൂമിലോട്ട് കയറി. അവിടെ 2-3 ഡെലിവറി ആ ഒരു സമയത്ത് സംഭവിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കരച്ചിലും ബഹളമൊക്കെ കേട്ട് ഞാനിങ്ങനെ ആ ലേബർ റൂമിൻ്റെ ഉള്ളിൽ എൻ്റെ ഉഴവും കാത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 5:45 ആയപ്പോഴേക്ക് 2 ഡെലിവറി കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന 2 പേരുടെ ഡെലിവറി കഴിഞ്ഞു. ഒരു 5:45 ആയപ്പോഴേക്ക് എനിക്ക് മെഡിസിൻ ഇൻഡ്യൂസ് ചെയ്യാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് പെയിൻ ഇങ്ങനെ വരാൻ തുടങ്ങി. ബാക്കി 2 പേരുടെ കരച്ചിലും ബഹളമൊക്കെ കേട്ടുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാനിക്കായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ എനിക്ക് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം BP ഇടയ്ക്ക് ഇങ്ങനെ കൂടുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ബേബിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട്സൊക്കെ നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ സിസേറിയൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നോർമൽ ഡെലിവറി തന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്നോട് പറഞ്ഞു പെയിൻലെസ് ഡെലിവറി ഓപ്ഷൻ ഉണ്ട്, അത് വേണോ, അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പിഡ്യൂറൽ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, അത് മതിയെന്ന് ഞാൻ അങ്ങോട്ട് ഡിസൈഡ് ചെയ്യാണ്. അങ്ങനെ ഡോക്ടർ എൻ്റെ ഫാമിലീനോട് സംസാരിക്കാനുണ്ടായത്. അങ്ങനെ എപ്പിഡ്യൂറൽ എടുക്കാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ലേബർ സ്യൂട്ടിൽ പോയി അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എപ്പിഡ്യൂറൽ മെഡിസിന് അപ്പോൾ തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കോൺട്രാക്ഷൻസൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രമേ എപ്പിഡ്യൂറൽ മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ നീഡിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്യുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്നു. മരുന്ന് ഓൾറെഡി ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. കോൺട്രാക്ഷൻസൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 10 മണി 10:15 ആവുന്ന സമയത്ത് മരുന്നൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തു, എപ്പിഡ്യൂറലിൻ്റെ മരുന്നൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തു. അങ്ങനെ പിന്നീട് നമ്മുടെ വയറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കാലിൻ്റെ ആ ഒരു അറ്റം വരെ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പിഡ്യൂറലിൻ്റെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 30% പെയിൻ നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പുഷിങ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു 30% പെയിൻ നമുക്ക് ബിയർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എൻ്റെ കേസിൽ എനിക്ക് ഒരു പെയിനും എപ്പിഡ്യൂറൽ എടുത്തതിന് ശേഷം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു മൊമെൻറ്റിൽ ആലോചിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഒരു 3-4 പ്രസവിക്കാമെന്ന് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് 4 വേണ്ട. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് തന്നെ ഈ ഒരു പെയിന് ബിയറബിൾ അല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലുള്ള എപ്പിഡ്യൂറൽ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് നന്നാവും. വേദന സഹിച്ച് തന്നെ പ്രസവിക്കണം എങ്കിൽ മാത്രമേ ഒരു പൂർണ്ണമായ അമ്മയാവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പിടിവാശിയോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പിഡ്യൂറൽ എടുത്തു, കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു, 1-2 ചുറ്റുണ്ടായിരുന്നു. മാത്രമല്ല കുഞ്ഞ് മക്കോണിയും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധിക നേരം കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വാക്വം യൂസ് ചെയ്തിട്ടാണ്, ഒരു വാക്വം ഡെലിവറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 11:05 ആയപ്പോൾ, രാവിലെ 11:05 എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ബേബി വന്നു, ഗേൾ ബേബിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ കണ്ടു, ഉമ്മ കൊടുത്തു. ആ ഒരു മൊമെൻറ്റിലും ഞാൻ കരയാനുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റൊന്നും അല്ലായിരുന്നു. പ്രഗ്നൻ്റ് ആണ് അറിഞ്ഞപ്പോൾ കരഞ്ഞ പോലുള്ള കരച്ചിലല്ലായിരുന്നു. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ കരച്ചിലായിരുന്നു. ബേബീനെ കണ്ടു. അങ്ങനെ ബേബീനെ എൻ്റെ ഡെലിവറി സമയത്ത് 2 ഉമ്മമാരും, എൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ ഉമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഉമ്മ കുഞ്ഞിനായിട്ട് പുറത്തോട്ട് പോവുകയാണ്, എല്ലാ റിലേറ്റീവ്സിനെയൊക്കെ കാണിക്കാനായിട്ട്. എൻ്റെ ഉമ്മ എൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ റൂമും ക്ലീൻ ചെയ്ത് ആ ആളുകളൊക്കെ പോവുകയോളം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി, എന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ കിടത്തിയിട്ടാണ് എൻ്റെ ഉമ്മ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് അധിക സമയം, ഒരു ഈവനിങ് ആവോളം ഞാനതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഒരു 4 മണി ആവുന്നത് വരെയൊക്കെ ഞാനതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. അതിനുശേഷം എന്നെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ കണ്ടു, സംസാരിച്ചു. എല്ലാവരും കുഞ്ഞിനെ കാണാനൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരി 2-നാണ് ഡിസ്ചാർജ് ആവുന്നത്. ഡിസ്ചാർജ് ആവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ബേബിക്ക് ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഡോക്ടറായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ജോലി ആവശ്യാർത്ഥം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജൂൺ 21 ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ജൂൺ മുതൽ
ജാനുവരി 31 വരെ എൻ്റെ ഡെലിവറി വരെ ഡോക്ടറുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു എന്താ പറയുക സർവീസ് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ലേബർ റൂമിലുണ്ടായിരുന്ന എല്ലാ എൻ്റയർ സ്റ്റാഫും എല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി ഈസി ആവുന്നതിൽ അവർക്കും ഒരു വലിയ പങ്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഡിസ്ചാർജ് ആവുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി 2 ദിവസത്തിന് ശേഷം ഒരു പ്രസവരക്ഷാ കേന്ദ്രത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. 10-20 ദിവസം അവിടെ നിന്നു. 40 days ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ബേബിക്ക് ചിക്കൻ ബോക്സ് വന്നു ഒരു 20 days ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക്. നമ്മൾ ബേബിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ചിക്കൻ ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബേബിക്കും ചിക്കൻ ബോക്സ് കിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളരെ രൂക്ഷമായി തന്നെ ബേബിക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടു. അങ്ങനെ നമ്മൾ ആ ഒരു പ്രസവരക്ഷാ കേന്ദ്രത്തിൽ നിന്ന് വീട്ടിലോട്ട് തന്നെ പോരുകയാണ്, അവിടെയുള്ള കുട്ടികൾക്കും കൂടെ സ്പ്രെഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. പിന്നീട് ബേബിയുടെ ചിക്കൻ ബോക്സ് മാറിയ ഉടനെ തന്നെ ഒരു 40 days ഒക്കെ ആയപ്പോഴേക്ക് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അങ്ങനെ ബേബിക്ക് ഫീഡ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ഹാർഡായിട്ട് തന്നെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അങ്ങനെ ബേബിക്ക് ഒരു ആഴ്ചയോളം കുപ്പിയിലൊക്കെ പാൽ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതൊക്കെ മാറി. പിന്നീട് ബേബിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ചെറുതായിട്ട് ജലദോഷം, ചെറിയ പനി, അങ്ങനെയുള്ള 1-2 അസുഖങ്ങളും കൂടെ വന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ റാഹത്തായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 100 days കംപ്ലീറ്റ് ആയി. നമ്മൾ ബേബിയുടെ ആ ഒരു ഡെലിവറി മുതൽ ഈ 100 days വരെയുള്ള അവളുടെ ആ ഒരു ജേണിയാണ് തുടർന്നുള്ള ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയും ഒക്കെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. നിങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അൽഹംദുലില്ലാ എല്ലാവർക്കും, കുട്ടികളില്ലാത്ത എല്ലാവർക്കും ബേബീസിനൊക്കെ ദൈവം അനുഗ്രഹിച്ച് തരട്ടെ. ഉള്ള ബേബീസൊക്കെ നന്നായിട്ട് വളരട്ടെ. ബേബിയുടെ ലൈഫിലെ തുടർന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.